വി എസ് രഞ്ജിത്ത്, എല്ലാ മന്ത്രിമാരും നിയുക്ത മന്ത്രിമാരെല്ലാവരും രാവിലെ തന്നെ പാണക്കാട് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഒരുമിച്ചായിരിക്കുമോ ഇവര് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോവുക? ഡോക്ടർ അരുൺകുമാർ, ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നിയുക്ത മന്ത്രിമാരെല്ലാവരും ഒരുമിച്ച് പോകാനാണ്. ഇപ്പോൾ എൻ ശംസുദ്ദീൻ, കെ എം ഷാജി ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. ഷാജിക, ഒരു എല്ലാവരും ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗം നടക്കാൻ വേണ്ടി പോകുന്നു. അവർ വേദിയിലേക്ക് കയറുകയാണ്. മന്ത്രിമാരും അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ വേദിയിലേക്ക് കയറി. ഈ വേദിയിൽ വെച്ചായിരിക്കും പ്രാർത്ഥന നടക്കുക. ആ പ്രാർത്ഥനയ്ക്ക് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്, PMA സലാമുണ്ട്, മുതിർന്ന നേതാക്കന്മാരൊക്കെ വേദിയിലായിരിക്കും. നിയുക്ത മന്ത്രിമാർ സദസ്സിലുണ്ടാവും. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരിക്കും പ്രാർത്ഥന ചൊല്ലുക. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവരെല്ലാവരും ഒരുമിച്ച് ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഇടത്തേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരല്പസമയത്തിനകം, കൃത്യസമയത്ത് അവിടെ എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും വേഗത്തിൽ പ്രാർത്ഥന പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്താ ഇപ്പോൾ ഒരു പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒരു പ്രതീക്ഷ? സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്, ലീഗിൻ്റെ ഒരു പ്രാർത്ഥന നടക്കാൻ പോകുന്നു. നിമിഷങ്ങൾക്കകം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലേറാൻ പോവുകയാണ്. കേരളം കാത്തിരുന്ന 10 വർഷങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ന് ഒരു നല്ല പ്രഭാതം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നാടിന് ഒരു പുതിയ ഒരു യുഗം പിറക്കാൻ പോവുകയാണെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. നാടിൻ്റെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭരണം അതായിരിക്കും VD സതീശൻ്റെ നേതൃത്വത്തിൽ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 9 മണിയായി, പ്രാർത്ഥനാ സമയമായി എന്ന് PMA സലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രാർത്ഥനാ സമയം കൃത്യമായി തുടങ്ങാൻ പോകുന്നു. മുഴുവൻ നേതാക്കന്മാരും വേദിയിലേക്ക് എത്തി, മന്ത്രിമാരും വേദിയിലിരിക്കുന്നു, പ്രവർത്തകരും നേതാക്കന്മാരും സദസ്സിലുണ്ട്. PMA സലാം അതിൻ്റെ അനൗൺസ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ഡോക്ടറും ഓക്കെ, അപ്പോൾ അല്പസമയത്തിനുള്ളിൽ ലീഗ് മന്ത്രിമാരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്